അപ്പോൾ ബ്രോ ഈ വണ്ടിയിൽ ഏകദേശം എത്ര രൂപയുടെ വർക്കും കാര്യങ്ങളും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ബാക്കാണ്. ജസ്റ്റ് അതൊന്ന് കാണിച്ച് എൻ്റെ മോനെ ഒന്നും പറയാനില്ല, വിഷയം വണ്ടിനോടുള്ള പാഷന്റെ പുറത്താണ് നമ്മൾ മുടക്കിയത്. പിന്നെ ഈ ഇതിന്റെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എവിടെയാണ് ആ കാര്യം ഞാൻ പറയാൻ പറ്റുമോ? ഇന്റീരിയറിൽ ചെയ്ത് അടിപൊളിയാണ്, നോക്കിയാണേ. ഓഹ് എൻ്റെ മോനെ, ടൂറിസ്റ്റ് ബസ് ഒക്കെ ചെയ്യണ പോലെ മോളി ചെയ്ത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ ഒരു കിടുക്കാച്ചി വീഡിയോ എന്ന് വെച്ചാൽ 1.5 ലക്ഷം രൂപ, അതായത് 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷം രൂപ വരെ മുടക്കി പണിത ഒരു അടിപൊളി കിടുക്കാച്ചി വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൽ വേറെ ലെവല്, പിന്നെ ഫ്ലൈയിങ് ഡോർ, അങ്ങനത്തെ അടിപൊളി വേറെ ലെവലാക്കിയാണ് വണ്ടിയും കാര്യങ്ങളൊക്കെ പടുന്നത്. കാരണം 1 ലക്ഷം രൂപയ്ക്ക് അടുത്തൊരു ഓട്ടോ പണിയാന്ന് വെച്ചാൽ അത് വേറെ ലെവലായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ ഈ ബ്രോയാണ് ഈ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും, അല്ലേ, വണ്ടിയുടെ ഫുള്ള് കാര്യങ്ങളും നോക്കി നടത്തുന്ന ബ്രോയാണ്. അപ്പം ബ്രോയുടെ കസിനാണ് വണ്ടി നിലവിൽ ഓടിക്കുന്നത്. അപ്പോൾ ബ്രോയാണ് വണ്ടിയുടെ ഓൾ ഇൻ ഓൾ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ. ഇതുണ്ട്, ഇതൊക്കെ കണ്ടോ, നമ്മുടെ ബജാജ് വണ്ടിയുടെ പോലെയൊക്കെ കാര്യങ്ങളൊക്കെ ധൂമൊക്കെ സെറ്റ് ചെയ്ത്. പക്ഷേ ബജാജ് വണ്ടിയുടെ ധൂമാണ് അല്ലേ എന്ന് വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ബ്രോ ഈ വണ്ടിയിൽ ഏകദേശം എത്ര രൂപയുടെ വർക്കും കാര്യങ്ങളും നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്? നമ്മുടെ വർക്കിന്റെ ഉദ്ദേശമാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ എമൗണ്ട് കറക്റ്റ് നമ്മൾ കൂട്ടിയിട്ടില്ല. നമ്മുടെ ഈ വണ്ടിയുടെ ഒരു പാഷന്റെ കൊടുത്ത് നമ്മൾ പൈസ അങ്ങോട്ട് മുടക്കിയതാണ്, അങ്ങ് ചെയ്തതാണ്. എന്നാൽ ഏകദേശം ഒരു എമൗണ്ട് പറയാൻ പറ്റും? ഏകദേശം ഒക്കെ ഒരു 1.5 രൂപ ഒക്കെ ഉണ്ടാവും, ചിലപ്പോ 1.5 രൂപ ആ റേഞ്ച് ഒക്കെ ഉണ്ടാവും. 1 രൂപ തൊട്ട് 1.5 രൂപ ആയിട്ടുണ്ടാവും. 1.5 രൂപ അടുത്ത് ചെയ്ത്. കാരണം വണ്ടിയിൽ ഒത്തിരി സ്റ്റീൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കറക്റ്റ് റേഞ്ച് എടുത്തിട്ടില്ല എത്ര എമൗണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത് ഏത് മോഡൽ വണ്ടിയാണ്? ഇത് നമുക്ക് വന്നത് 2023 ആപ്പേ ക്ലാസിക് ആണ്. ക്ലാസിക് ആണ്. പക്ഷെ ക്ലാസിക്കിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഹെഡ്ലൈറ്റ് വരത്തില്ലല്ലോ. ഇല്ല, അത് സാധാ കമ്പനി വരുമ്പോ സാധാ പഴയ മോഡൽ ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വന്നത്. പിന്നെ നമുക്ക് ഈ ഹെഡ്ലൈറ്റിനോട് ഒരു വെച്ചാൽ ഒരു ഭംഗി തോന്നുന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് അപ്ഡേഷൻ ചെയ്ത് മാറ്റി പുതിയ മോഡൽ വെർഷന് മോഡലാക്കി. നല്ല പൈസ ചെലവായില്ലേ? പൈസ ചെലവ് നമ്മൾ നോക്കിയിട്ടില്ലല്ലോ വണ്ടിയിലേക്ക്. ആ വണ്ടി കാണുമ്പോ തന്നെ അറിയാൻ പറ്റൂല. അതെ, സത്യം പറഞ്ഞാൽ വണ്ടിനോടുള്ള പാഷന്റെ പുറത്താണ് നമ്മൾ മുടക്കിയേക്കുന്നത്. അല്ലാണ്ട് വണ്ടിയിലേക്ക് പൈസ കണക്കൂട്ടിയിട്ട് മുടക്കാനാണെന്ന് ആരും ചെയ്യൂല ഇന്നത്തെ കാലത്ത്. കാരണം വണ്ടിന്ന് ഓടി പൈസ എടുക്കാൻ ആൾക്കാർ നോക്കുള്ളൂ. പ്രൈസിന്റെ പുറത്ത് നമ്മൾ ചെയ്യാനാണ് ഒരാഗ്രഹം, അല്ലേ? ഒരാഗ്രഹമാണ് നമുക്ക് വണ്ടിയിലേക്ക് ചെയ്യാൻ വേണ്ടിട്ട്. ഓക്കെ, നമുക്ക് ഇനി മോളിൽ തന്നെ തുടങ്ങി. എന്തൊക്കെ കാര്യം? ഈ കാരിയർ സത്യം പറഞ്ഞ ഇങ്ങനെ മോഡൽ നമ്മളൊരു സ്റ്റൈലാണോ, ഇത് ബ്രോഡായ രീതിയിൽ ചെയ്തേക്കുന്നതാണോ? ഇല്ല, നമ്മൾ പണിത വർക്ക്ഷോപ്പിൽ നമ്മൾ കുറച്ച് ഐഡിയാസ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ സുഹൃത്ത് ആ പുള്ളിയുടെ ഐഡിയയിൽ പുള്ളിയും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ വർക്ക്ഷോപ്പുകാരന് ഒരു പ്രത്യേകത ഉണ്ട്. പുള്ളി നമ്മുടെ ഇണക്കത്തിൽ നമ്മൾ എന്തോ പറയുന്നു ആ രീതിയിൽ പുള്ളി അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് തരലാണ്. വണ്ടി പണിത് തരും. നമുക്ക് എന്താണ് ഐഡിയ എന്ന് വെച്ചാൽ പുള്ളിനോട് പറഞ്ഞു കൊടുത്താൽ പുള്ളിയുടെ ഒരു ഐഡിയ ഉണ്ട്, അതും കൂടി കൂട്ടിയിട്ട് പുള്ളി അങ്ങോട്ട് മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്തു തരുന്ന ഒരു ആളാണ് നമ്മൾ ചെയ്ത വർക്ക്ഷോപ്പ്. അപ്പൊ നമ്മുടെ ഈ പാച്ച് വർക്ക് ചെയ്തത് എവിടെയാണ് ചെയ്തത്? പാച്ച് വർക്ക് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ അരുക്കുറ്റി വടുതല പൂച്ചാക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതപ്പോ എറണാകുളം ജില്ല തന്നെയാണ്? ചേർത്തല സൈഡാണ്, ആലപ്പുഴ ജില്ലയാണ്. നമുക്ക് അവിടെ പോയി സബിയുടെ വർക്ക്ഷോപ്പ് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. അവിടെ അതായത് പൂച്ചാക്കൽ പോയി വടുതല സൈഡ് ഈ അരൂക്കുറ്റി കഴിഞ്ഞിട്ട് അരൂര് വിട്ടിട്ട് അങ്ങോട്ട് സബിയുടെ വർക്ക്ഷോപ്പ് ചോദിച്ചാൽ ആരും പറഞ്ഞു തരും. ഭയങ്കര ഫേമസ് ആ പുള്ളി. വർഷങ്ങളായിട്ട് അവിടെ ചെയ്യുന്ന ആളാണ് പുള്ളി. എല്ലാ രീതിയിലും നമുക്ക് പഴയ ഒരു കൊല്ലൻ എന്നുള്ള രീതിയിലാണ്. അങ്ങനത്തെ രീതിയിലാണ്. കാരണം അവരുടെ വർക്ക് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. വെൽഡിംഗ് ആണെങ്കിലും കാര്യങ്ങളും പക്ക വെൽഡിംഗ് ആണ്. ഒരു ഇതില്ല, കുറ്റം പറയാനില്ല. പിന്നെ നമ്മള് അവിടുത്തെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടതെന്ന് പറഞ്ഞാല് നമുക്കൊരു വണ്ടി പണിയുമ്പോ നമ്മ പൈസ മുടക്കണം. അതെ, അപ്പൊ നമ്മ പൈസ മുടക്കുമ്പോ നമ്മള് നമ്മുടെ ഇഷ്ടത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ ആ രീതിയിൽ ചെയ്ത ഒരാളൊരു മനസ്സും കൂടി വേണം. എങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആവുള്ളൂ വർക്ക്ഷോപ്പുകാരൻ. അപ്പൊ അത് സംബന്ധിച്ച് നോക്കുമ്പോ പുള്ളി ഭയങ്കര സക്സസ് ആണ്. കാരണം നമുക്കൊരു അഭിപ്രായം പറഞ്ഞ് പുള്ളിനോട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുമ്പോ പുള്ളി എല്ലാത്തിനും ഓക്കെയാണ്. പിന്നെ നമുക്കത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചില വർക്ക്ഷോപ്പുകാർ പറയും അത് ചെയ്തു പോയല്ലേ, അത് അഡ്ജസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെ പറയും. പക്ഷെ അത് അവിടെ അങ്ങനെയൊന്നും ഇല്ല. നമ്മള് അത് വേണ്ട, അത് മാറ്റിയിട്ട് ഇങ്ങനെ ചെയ്തതാന്ന് പറയുമ്പോ തന്നെ പുള്ളി അത് ചെയ്തു തരാൻ ഓക്കെയാണ്. നമ്മുടെ ഇഷ്ടത്തിന് ഒത്ത് കൂടെ സപ്പോർട്ട് ചെയ്ത് പോണ ഒരു വർക്ക്ഷോപ്പുകാരാണ്. നമ്മ എന്ത് ഐഡിയാസ് നമുക്കുണ്ട്, ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്കൊരു സ്കെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ഐഡിയയിൽ അത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആവുമെന്ന് പുള്ളിയും കൂടി ഒരു ഐഡിയ പറയും. അങ്ങനെ നിന്ന് നമുക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളും കൂടി ഇങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് കറക്റ്റ് ചെയ്ത് നമ്മ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെയ്ത് നമ്മള് പാച്ച് വർക്കിന് ഏകദേശം ഒരു 10-60 രൂപ അടുത്തായി കാണുമായിരിക്കോ?
നോർമൽ വർക്കൊക്കെ ആണെങ്കിൽ ഒരു 10-60 രൂപ ആ റേഞ്ച് ഒക്കെ വരും. ഇതില് എക്സ്ട്രാ നമ്മള് സ്റ്റീല് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫിറ്റിംഗ്സ് നോക്കിയാൽ അറിയാലോ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്തൊക്കെ അതിന്റേതായിട്ടുള്ള വേരിയേഷൻസ് വരും. പിന്നെ അറിയാലോ, ഇപ്പൊ ഈ ബജാജ് വണ്ടിയുടെ ഡൂമിന്റെ ഈ പാർക്ക് ലൈറ്റ് ഒക്കെ നമുക്ക് ചോദിക്കാൻ വരുമായിരുന്നു. അത് നമ്മള് വണ്ടി സാധാരണ ഒരു ഡൂം പ്ലെയിൻ ആയിട്ട് നിൽക്കണാണ്. അത് സത്യം പറഞ്ഞാൽ ഇത് ആപ്പയുടെ ഡൂമാണോ? അതെ, ഇത് നമ്മള് കമ്പനി തന്നെ ഡൂം തന്നെ പുള്ളിനോട് പറഞ്ഞ് ഇങ്ങനെ ലൈറ്റ് ചെയ്യണോന്ന് പറഞ്ഞപ്പോ പുള്ളി തന്നെ കറക്റ്റ് ചെയ്ത് രണ്ടാമത് അത് കറക്റ്റ് ചെയ്ത് എടുത്ത് ചെയ്ത് എക്സ്ട്രാ പീസ് വെച്ച് ചെയ്ത് കറക്റ്റ് ചെയ്ത് എടുത്ത് ബജാജിന്റെ ഡൂമാന്ന് ഇല്ല, കറക്റ്റ് ആപ്പയുടെ ഡൂമാണ്. നമ്മൾ പുള്ളിനോട് ഈ ലൈറ്റ് മേടിച്ചു കൊടുത്ത് പുള്ളി അത് കറക്റ്റ് ചെയ്ത് അതിന്റെ ഫുള്ള് പേച്ച് വർക്ക് അതിന്റെ സാധാ നോർമൽ ആയിട്ട് ചെയ്തേക്കണതിന്റെ വർക്ക് ഐഡിയസ് എല്ലാം കയ്യിലുണ്ട്. കാരണം ആരും വിശ്വസിക്കൂല ചിലപ്പോ ഇത് ഡൂം മാറി വണ്ടി വന്നപ്പോഴേ ചോദിച്ചു ധൂമ് മാറിയതാണോ. നമ്മൾ ആ ചെയ്ത പഴച്ചവർക്കെല്ലാം നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ആരെങ്കിലും നമുക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. പുള്ളി അത്രയും പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് അത്ര ആത്മാർത്ഥത്തോട് ചെയ്ത് തന്നിട്ടുണ്ട് ഈ വർക്കും കാര്യങ്ങളും. അപ്പൊ ലൈറ്റും കാര്യങ്ങളും അടിപൊളിയായിട്ട് തെളിച്ചിട്ട്. പിന്നെ ഈ കൊമ്പ് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്താണ് അത് ഇങ്ങനെ മേടിക്കാൻ കിട്ടുമോ? ഇല്ല, നമ്മ ഇപ്പൊ ഈ വണ്ടി ഓടുന്ന പുള്ളി തന്നെ നമ്മുടെ ഒരു കസിനാണ്. അപ്പൊ പുള്ളി തന്നെ അത് പുള്ളിയുടെ ഐഡിയക്ക് റെഡിമെയ്ഡ് പുള്ളിയുടെ ഐഡിയ കസ്റ്റമൈസ് ചെയ്ത് എടുത്തതാണ്. അപ്പൊ ഇത് ലൈറ്റ് തെളിയും. ലൈറ്റ് തെളിയും. രാത്രി ആവുമ്പോ ഇച്ചിരി കൂടി ഭംഗി കൊള്ളിട്ട്. പകലായിട്ട് അത്ര ക്ലിയർ ആവത്തില്ല. രാത്രി ആവുമ്പോ ഒരു കൊമ്പ് പോലെ അടിപൊളിയായിട്ട് അകലേന്ന് കാണുമ്പോൾ അതിന്റെ ഒരു രസം മനസ്സിലാകത്തുള്ളൂ. പിന്നെ താഴത്തേക്ക് ഒരു അടിപൊളി വൈഡ് മിറർ, നമ്മുടെ TV മിറർ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ഇത് സിറ്റി പെർമിറ്റ് വണ്ടിയാണ് അല്ലേ? സിറ്റി ഫുള്ള് മഞ്ഞ വരുമ്പോൾ ഒരു വേറെ ലുക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. താഴത്തോട്ട് വരുമ്പോഴത്തേനും പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് പെട്ടെന്ന് കാണുമ്പോൾ ബജാജിന്റെ ഫ്രെയിം പോലെയാണ്. ഓക്കെ, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് താഴത്തേക്ക് വരുമ്പോഴത്തേനും നമ്മൾ എന്തൊക്കെയാണ് ഹെഡ്ലൈറ്റ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഇതെല്ലാം സെൻസർ മോഡൽ ഈ ലോഗോ ഒന്നും വരൂല. ശരിയാ. അപ്പൊ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. പിന്നെ ഒരു ബമ്പർ കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ നമ്മൾ സ്റ്റീലിന്റെ ബമ്പർ കൊടുത്തിട്ടുണ്ട്. സ്കേർട്ട് കൊടുത്തിട്ടുണ്ട്. ഹോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് സ്കേർട്ട് ആണ് വരുന്നത്. അതോ ഷോ ആണോ? ഷോ അല്ല, അത്യാവശ്യം തകണിന് തന്നെ അടിച്ച് കറക്റ്റ് ചെയ്ത് അഴിച്ചെടുക്കാവുന്ന മോഡലും കൂടിയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തട്ടാമുട്ട വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് വെൽഡിംഗ് അല്ല, സെപ്പറേറ്റ് നമുക്ക് എല്ലാം ഊരിയെടുക്കാം. ടെസ്റ്റ് ഒക്കെ വരുമ്പോൾ മൊത്തത്തിൽ ഊരിയെടുക്കാം. വണ്ടി പ്ലെയിൻ ആക്കി എടുക്കാം. എല്ലാ ഫിറ്റിംഗ്സും നമുക്ക് അഴിക്കാവുന്ന മോഡലാണ്. ഓക്കെ, അത് വളരെ നല്ലൊരു ഉപകാരമായിട്ടൊരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ചെറിയൊരു ചെങ്ങലയും കാര്യങ്ങളൊക്കെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ടുണ്ട്. പക്ഷേ ഈ വീനാർച്ച് വരെ നമ്മൾ സ്കേർട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, മൊത്തം തകിടാണോ? എല്ലാം തകിടാണ്. ഫുൾ തകിടല്ലേ? ഓക്കെ, ഒരു ഒറ്റ പീസിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഫ്രണ്ടിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഇനി സൈഡിലേക്ക് പോയത്. പിന്നെ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ആ ഫ്രണ്ടിലത്തെ ക്യാരിയറിന്റെ തന്നെ ലുക്ക് അടിപൊളിയായിട്ട് ചെറിയൊരു സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേക ഒരു ക്യാരി. ഇത് ബ്രോഡുകാര ഐഡിയ ആണോ വർക്ക്ഷോപ്പുകാരുടെ മിക്സ് ആണോ? ഇല്ല, പുള്ളിനോട് പറഞ്ഞ് നമ്മൾ കാരിയർ വേണമെന്ന് പറഞ്ഞപ്പോ പുള്ളി സാധാ പൈപ്പ് റൗണ്ട് പൈപ്പ് ഇട്ടാണ് അടിക്കണത്. പൈപ്പിന് ഇട്ടിട്ട് പുള്ളി ചെയ്ത് തന്നു. പിന്നെ ഈ സാധനം നമ്മൾ എക്സ്ട്രാ പറഞ്ഞു കൊടുത്താണ്. അത് പ്രത്യേക ഒരു ഞാൻ ആദ്യമായിട്ടൊരു വണ്ടിയല്ല ഇങ്ങനെ കാണുന്നത്. ഇത്രയും കൂടി വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ നമ്മള് ആ സമയത്ത് പെട്ടെന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ചെയ്തു. ഇത് നല്ല അടിപൊളിയാണ്, എന്നെ കാണാൻ എന്നെ രസമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കാരിയർ ഒരു ഓട്ടോയിൽ കാണുന്നത്. അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്. നമുക്ക് ഊരിയെടുക്കാൻ പാകത്തിനാണ് സെറ്റ് ചെയ്തത്. എല്ലാം ഊരാല്ലേ? റെയിൻ ഗാർഡ് എല്ലാം ഊരിയെടുക്കാം. ഓക്കെ, അടിപൊളിയാണ്. പിന്നെ ഇവിടെ സ്റ്റീൽ വർക്ക്. എന്തുകൊണ്ടാണ് ഒരു സ്റ്റീൽ ഇത്ര വണ്ടിയൊക്കെ ആയിട്ടുള്ള കാരണം? സ്റ്റീല് എന്ന് പറഞ്ഞെങ്കിൽ വണ്ടിക്ക് ഒരു ആകർഷണമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സ്റ്റീൽ വർക്ക് മറ്റേന്ന് പറയുന്നത് കളർ പെയിന്റ് അടിച്ച് പിന്നെ പെയിന്റ് കുറച്ച് ആളാകുമ്പോ അത് പോകാൻ സാധ്യതയുണ്ട്. സ്റ്റീലാകുമ്പോ എപ്പോഴും നമ്മൾ ബഫ് ചെയ്തെടുത്ത ഒരു ഗുണത്തിൽ കിട്ടും. പിന്നെ ലോങ് ലാസ്റ്റിംഗ് ആണ്, തുരുമ്പ് കയറത്തില്ല അല്ലേ? അപ്പൊ ആ ഒരു ഇത് കൊണ്ടിട്ടാണ് നമ്മൾ സ്റ്റീൽ. സത്യം പറഞ്ഞാൽ സ്റ്റീൽ വർക്കിന് അത്യാവശ്യം നല്ല എമൗണ്ട് ആയി കാണും. സ്റ്റീലിന് തന്നെ അറിയാലോ. ഇപ്പൊ സാധാരണ ഒരു സ്റ്റീൽ എടുത്ത് നമ്മൾ ഇത് വർക്ക് എടുക്കുമ്പോ അതിന് സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. സ്റ്റീലിന് തന്നെ ഒരു സെപ്പറേറ്റ് ചാർജ് ഉണ്ട്. അതെല്ലാം കൂടി ഉൾപ്പെടുത്തി പുള്ളി ചെയ്ത് എല്ലാം അവിടെ തന്നെ. ഒന്നും പുറത്തില്ല. അപ്പൊ പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പിന് ടയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓടിക്കാൻ നല്ല സുഖമായിട്ടിരുന്ന് ഓടിക്കാൻ. നമുക്കൊരു കൈ ഒരു സപ്പോർട്ടിങ്ങും ഒരു ചാരും എല്ലാവരും പെറ്റി അടിച്ചിട്ടുണ്ട്. ഒരാൾക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കുകയും ചെയ്യാൻ നമ്മൾ സ്റ്റോറേജ് വേണം. അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ വീലാർച്ച് വരെ നമ്മൾ സ്കേർട്ടും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല ഇത് നമുക്ക് ഇങ്ങനെ വലിച്ചിടാവുന്ന ഗ്ലാസ് അങ്ങനെ ഉണ്ടോ? എന്റെ മോനെ അത് വിഷയം. അടിപൊളി ഒരു ഗ്ലാസ് കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് അല്ല, മറ്റേ കൂടെ ഫൈബർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ കൂളിങ്ങോടെ ഒട്ടിച്ച് ഇച്ചിരി അടിപൊളിയായിരിക്കും. ഒട്ടിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി സ്റ്റിക്കർ വർക്ക് ഒന്നും ചെയ്തില്ല. ആകെ നോർമൽ ഗ്ലാസ് മാത്രം ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ കിടക്കുക. ഇനി ചെയ്യണം പതുക്കെ ചെയ്യണം. അല്ല, ഇത്ര ഇത് തന്നെ ചെയ്തുമ്പോൾ അത്യാവശ്യം നല്ല എമൗണ്ട് ആയി. ഇനിയിപ്പോ പതുക്കെ ചെയ്യണം ഓരോന്ന്.
ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു ഗ്ലാസ് കാര്യം നമുക്ക് അങ്ങോട്ടാണെങ്കിലും ഇങ്ങോട്ടാണെങ്കിലും സ്ലൈഡിങ് ആയിട്ട് അടിപൊളിയായിട്ട്. പക്ഷെ പെട്ടെന്ന് കാണുമ്പോൾ ഞാൻ ഇല്ലെന്നാ കേട്ടോ ഓർത്ത്, പെട്ടെന്ന് കണ്ടപ്പോഴത്തേനും അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു ഗ്ലാസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഗ്ലാസും അവിടെയും ചെറിയൊരു ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു ബാക്കാണ്. ജസ്റ്റ് അതൊന്ന് കാണിച്ച് എൻ്റെ മോനെ, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്രയായിട്ട് ഇതുപോലെ, അത് ഏത് വണ്ടിയുടെ ടെയിൽ ലൈറ്റ് ആണ്? ഇത് നമുക്ക് നാനോ എന്ന് പറഞ്ഞ വണ്ടിയുടെ ടൈലൈറ്റ്, കാറിന്റെ ടെയിൽ ലൈറ്റ് ആണ്. അപ്പൊ എന്തുകൊണ്ട് ഈ കാറിന്റെ ടെയിൽ ലൈറ്റ് സെറ്റ് ചെയ്യാൻ ഒരു ഇതെന്താ? അല്ല, എല്ലാ വണ്ടിയും പണിയുമ്പോൾ സാധാരണ ഒരു രീതിയിലുള്ള വണ്ടിയാണ്. അപ്പൊ നമുക്കൊരു ബാക്ക് നോക്കുമ്പോൾ ഒരു ലുക്കാലിറ്റി, പിന്നെ ഒരു കാറിന്റെ ഒരു ഫീലിംഗ് ബാക്ക് നോക്കുമ്പോൾ കിട്ടാൻ വേണ്ടി നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്താണ്. ഒരു സ്പോയിലറും കാര്യങ്ങളൊക്കെ അടിപൊളി. ഇത് നമ്മൾ പണിതെടുത്തേക്കണം. അതും അവിടെ പറഞ്ഞ് നമ്മൾ ചെയ്യിച്ച് ഈ ഒരു ഡിസൈൻ അത്യാവശ്യം സ്ട്രോങ് ആണോ? സ്ട്രോങ് ആട്ടോ സാധനം, അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്റ്റെപ്പിന് ഫിറ്റിംഗ്സ് പോലെ ഒരു ഇത് വലിയ ടയറായിരുന്നു, ഞാൻ ഇപ്പൊ മാറ്റി ചെറുതാക്കിയതാണ്. ഈ ഫേസിനുള്ള ഒരു ടയറായിരുന്നു, പിന്നെ ഒരു മിറർ ഉണ്ടായിരുന്നു, ഒരു വൈപ്പർ ഉണ്ടായിരുന്നു, അയച്ചു വെച്ചതാണ്. പക്ഷെ എന്നാലും വണ്ടി അടിപൊളി. പിന്നെ ഇതിന്റെ പെയിന്റിങ്, അതെന്ത് പെയിന്റിങ് അന്ന് പറഞ്ഞു? പെയിന്റിങ് മറ്റേ കൂടിയ തന്നെ അടിച്ചേക്കണ, ഈ ഗിൽറ്റ് ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. ക്ലിയർ ഒന്നും പെയിന്റിങ്ങിന് ഏകദേശം എത്ര ആയെന്ന് പറയാൻ പറ്റുമോ? പെയിന്റിങ് ഒരു 10-13 രൂപ അടുത്തായിട്ടുണ്ടല്ലേ. അടിപൊളി, നല്ല നോക്കിയാൽ നല്ല ഗിൽറ്റ് പെയിന്റിങ്. ഓ, ഈ സത്യം പറഞ്ഞ കാറിലൊക്കെ അടിക്കണ പെയിന്റിങ് അല്ലേ ഗിൽറ്റ് പെയിന്റിങ്, എല്ലാം അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് ഇത് കയറ്റിട്ടുണ്ട് വണ്ടി, നമ്മുടെ ബാലൻസ് റാഡ് എവിടെ കൊണ്ടാണ് കയറ്റിയത്? വണ്ടി കട്ടപ്പനെ കൊണ്ടിട്ടാണ് സത്യം പറയാം, ബാലൻസ് റാഡ് കട്ടപ്പനയ്ക്ക് പോകണം അല്ലേ? അഭിപ്രായം അടിപൊളിയാ. സീരിയസ്ലി ബാലൻസ് റാഡ് കയറ്റുവാണെങ്കിൽ കട്ടപ്പന പോയി കയറണം. അവിടെ അതാണ് അടിപൊളി. ബാക്കി എന്ത് ചെയ്താലും ബാലൻസ് റാഡിന്റെ കാര്യത്തിൽ കട്ടപ്പന ടോപ്പാണ്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അടിപൊളി കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊക്കി കാണിക്കാം. അതിന്റെ അത് സ്പേസോ അങ്ങനെ എന്തെങ്കിലും, ഒരു ചെറിയ കോമഡി പോലെ അത് ഷോയാണ്, പറഞ്ഞു ജയിപ്പിച്ചാണ്. ഓക്കെ. പിന്നെ ബമ്പർ കൊടുത്തിട്ടുണ്ട്, ബമ്പർ എല്ലാം സ്റ്റീലാണ്, ഫുൾ സ്റ്റീൽ ചെയ്തേക്കുവാണ്. ഇതെല്ലാം സ്റ്റീലാണ് ചെയ്തേക്കുന്നത്. ഓക്കെ ഓക്കെ. ഒരു പ്രത്യേക ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെയാണ്, പുള്ളി തന്നെ എല്ലാം കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കണോ? ഓ അടിപൊളി. പുറകെ നോക്കും വണ്ടിയുടെ ഈ ഇത് മാറ്റിയിട്ടുണ്ട്, ഇത് ജീത്തോട ലൈറ്റ് ആണ്. ഓക്കെ ശരി. ബ്രേക്ക് ലൈറ്റ് മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട്, ജീത്തോട ലൈറ്റ് ആണ് കയറ്റിയേക്കുന്നത്. ഓക്കെ. ഇനി ബാക്കിൽ ഡോർ ഒന്ന് പൊക്കിയേക്കും, ഡിക്കി അടിപൊളിയാ നോക്കിയാണേ. ഓ എന്റെ മോനെ. അപ്പൊ ഞാൻ വണ്ടിയെ സബ് കയറ്റിട്ടുണ്ടെന്ന് പറഞ്ഞു. സബ് എവിടെ നോക്കിയിട്ട് കാണുന്നില്ല? സബ് നമുക്ക് മേളിലാണ് ചെയ്തേക്കുന്നത്. സബ് മേളിലാണ് ഈ ഇരിക്കണതാണ് സബ്. ഓക്കെ. അപ്പൊ സ്പീക്കർ വരുന്നത് സ്പീക്കർ ഇപ്പുറത്തെ സൈഡിൽ തന്നെ ചെയ്തേക്കണം. അപ്പൊ സത്യം പറഞ്ഞാൽ സ്റ്റോറേജ് നമുക്ക് സ്റ്റോറേജ് കിട്ടാൻ വേണ്ടിയും, പിന്നെ ഈ സാധനം അടിയിൽ വെക്കുമ്പോൾ ഇതിന്റെ മുകളിലായിരിക്കും എല്ലാരും കൊണ്ടുവന്ന ബാഗ് സാധനങ്ങളും വെക്കുന്നത്. അപ്പൊ അതിനൊരു ഡാമേജ് വരാതിരിക്കാനും നമുക്ക് സ്പേസ് കിട്ടാനും കൂടി രണ്ട് രീതിയിലും കൂടി ആദ്യമായിട്ട് ഒരു വണ്ടി സബ് ഇങ്ങനെ മോളി ടൂറിസ്റ്റേഴ്സ് ഒക്കെ ചെയ്യണ പോലെ മോളി ചെയ്ത് നല്ല കിടക്കാച്ചിയാക്കി വെച്ചിരിക്കണം. ഇതെങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലും അലച്ചിലോ പ്രശ്നങ്ങളോ എന്തെങ്കിലും? ഒന്നുമില്ല, നമ്മൾ പക്ക സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കണം. ക്ലാമ്പ് അടിച്ച് നെട്ടുമ്പോൾ, അതായത് നമ്മള് പടുത ഇടുന്നതിന് മുമ്പ് തന്നെ സെറ്റ് ചെയ്യും. നമ്മൾ അപ്പോൾസ്റ്ററി ചെയ്തതിന് മുമ്പ് തന്നെ ക്ലാമ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് രണ്ടാമത് ഇതിപ്പോ നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ നമുക്ക് അഴിച്ചെടുക്കാം. ഓക്കെ ഓക്കെ. അത് ചെയ്തൊന്നും പറഞ്ഞിട്ട് നമുക്ക് വിഷയമൊന്നുമില്ല. അപ്പോൾസ്റ്ററി ചെയ്തെന്നും പറഞ്ഞ വിഷയമില്ല. അപ്പോൾസ്റ്ററി ചെയ്യുന്നതിന് മുമ്പ് ക്ലാമ്പും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മളത് കഴിഞ്ഞിട്ടാണ് ഈ സാധനങ്ങളെല്ലാം കയറ്റി വെച്ചേക്കണം. അടിപൊളിയായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഭാവിയിലേക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് ഇപ്പൊ അല്ലെങ്കിൽ ആൾക്കാർ കംപ്ലൈന്റ് എല്ലാ സെറ്റിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ തന്നെ നമുക്ക് അഴിച്ചു വെക്കാവുന്ന മോഡലാണ്. നമ്മളെല്ലാം ഫിറ്റിംഗ്സും ചെയ്തേക്കുന്നത് അഴിച്ചു വെക്കാൻ പാകത്തിനാ. കാരണം ടെസ്റ്റ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് ഫുൾ അഴിച്ചു വെക്കാം, ചെയ്യാൻ പറ്റും. ഓക്കെ. അടിപൊളിയായിട്ടാണ് ബാക്കിലത്തെ നല്ല ക്ലിയർ ഫിനിഷിംഗ് ആയിട്ടോ ചെയ്തിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ ഡിക്കി സ്പേസ് ആണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ എറണാകുളത്ത് ഓടുമ്പോ എന്തെങ്കിലും ലഗേജോ കാര്യങ്ങളൊക്കെ വന്നാൽ തന്നെ ചിലപ്പോ ലോങ് ഒരു ഓട്ടം വന്നാൽ തന്നെ ഡിക്കിയിൽ സ്പേസ് ഉള്ള ഓട്ടം ആയിരിക്കും ചിലപ്പോ എറണാകുളത്ത്. ലഗേജും ഇപ്പൊ ട്രെയിനൊക്കെ ഇറങ്ങിയ ആൾക്കാർ വന്നതാണെങ്കിലും ലഗേജ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പൊ നമുക്കത് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്പേസ് കുറച്ചും കൂടി കുറയും. സുഖമായിട്ട് വലിയ രണ്ട് ബാഗൊക്കെ വെച്ച് ബാക്കിയുള്ള ബാഗ് മുകളിലും കയറ്റാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ക്ലോസ് ചെയ്തു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ക്ലോസ് ചെയ്യാൻ വലിയ പാടുമില്ലല്ലേ? കറക്റ്റ് ലോക്കാ. ഓക്കെ. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഇതെന്ത് സെറ്റപ്പ്? ഇത് ഇങ്ങനെ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടുന്നതാണോ? ഇല്ല, ഇത് നമ്മൾ പുള്ളിനോട് പറഞ്ഞിട്ട് ഇത് ഫൈബറിന് സാധാരണ കമ്പനി വന്നത്. ഓക്കെ. ഇത് ഫൈബർ അല്ലേ? അല്ല, ഇത് തകിടിനെ നമ്മൾ പുള്ളിനെ കൊണ്ട് തന്നെ ചെയ്യിച്ചെടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ സ്റ്റീലിൽ ഒരു ഡിസൈൻ വെച്ച് മൊത്തത്തിൽ പുള്ളിയുടെ കഴിവാണ്. പുള്ളി നമ്മൾ പറയണ രീതിക്ക് ചെയ്തു തരും. ഓക്കെ ഓക്കെ. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിൽ അതുപോലെ തന്നെ തകിടും കാര്യങ്ങളും എല്ലാം ഡോറും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ഡോറാണോ? അതെ. കാറിലൊക്കെ അടയ്ക്കണ പോലെ. ഇത് ആ പുള്ളി തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ. ഒന്നും പറയാനല്ലോ അതിന്റെ ഡോർ ഫിനിഷിങ്ങും അതിന്റെ ടോട്ടലി അടിപൊളിയാണ്. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ അകത്തേക്ക് പോകാം. എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ് വണ്ടിയുടെ അകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് വരുമ്പോൾ എൻ്റെ മോനെ ഒരു ലോഡ് വർക്കാണ് വണ്ടിയെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. ഫ്രണ്ടിൽ എന്തൊക്കെയാ ഒരു ചെറിയൊരു തട്ടും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടൊരു തട്ട്, മുകളിലൊരു തട്ട്,
ഇത് നമ്മൾ ട്രാവലറിന്റെ മോഡല് വേണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞടിപ്പിച്ച്. അത് അടിപൊളിയാട്ടോ, ഒന്നും പറയാനില്ല. കാരണം ഇത് നമ്മൾ പറഞ്ഞു ഏൽപ്പിച്ചല്ലേ. നമ്മൾ ട്രാവലറിന്റെ ഉള്ളിൽ കണ്ടാണ് ഇതേപോലത്തെ ഒരു ബോക്സ്, ടി വി ഒക്കെ വെക്കണം, തള്ളിയിരിക്കണം. അപ്പൊ ആ ഒരു മോഡല് നമ്മൾ അവിടെ പറഞ്ഞപ്പോ പുള്ളി ചെയ്ത് കൊടുക്കണുണ്ടെങ്കിലും നമുക്ക് അതും കൂടി വേണോന്ന് പറഞ്ഞ് അങ്ങനെ ആഡ് ചെയ്യുന്നു. ഓ, അത് അടിപൊളിയാക്കി, നല്ല സെറ്റ്. അല്ലാണ്ട് സാധാരണ ഇങ്ങനെ വന്നിട്ട് ചെയ്ത് കൊടുക്കണം, കുഴപ്പമില്ല. ഓക്കെ, അടിപൊളിയായിട്ട് ടി വി പുറകെ കസ്റ്റമർ ടി വി ഒക്കെ കണ്ടു പോകാം. ഓക്കെ, അത് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട്. പിന്നെ ഇവിടെ കുറെ സ്വിച്ച് ഉണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വെറൈറ്റി സ്വിച്ച് കൊടുത്തു? ഇല്ല, നമ്മള് സാധാരണ സ്വിച്ച് ആണ് വരാറ്. സ്പേസ് പോവും, ഇത്ര സ്വിച്ചസ് കയറ്റാൻ പറ്റില്ല. ഒരു 4 5 അല്ലെങ്കിൽ 6 സ്വിച്ച് കയറ്റിക്കാൻ. ഇതാകുമ്പോ നമുക്ക് ചെറിയ സ്വിച്ചുമാണ്, നമുക്ക് ഇത്ര സ്വിച്ചസ് കയറ്റാൻ പറ്റും. എത്രയും കൂടുതൽ നമുക്ക് ഇതല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്വിച്ചസ് ഉണ്ടാവില്ലല്ലോ ചെയ്യാൻ വേണ്ടി. പിന്നെ എക്സ്ട്രാ സ്വിച്ച് വെക്കണം. അപ്പൊ വെക്കണം. അപ്പൊ അതില്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓൾറെഡി ചെറിയ സ്വിച്ച് ആകുമ്പോൾ കൂടുതൽ സ്വിച്ചുകൾ കയറും. അതിന് വേണ്ടിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് നമ്മളെ കസ്റ്റമായിട്ട് ചെയ്തേക്കുന്ന സ്വിച്ചുകളാണ്. ഇല്ല, അത് മേടിക്കാൻ കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞു ഇപ്പൊ അപ്പോൾസ് ചെയ്തപ്പോ ആ പയ്യന്മാരോട് പറഞ്ഞിട്ട് അവര് കറക്റ്റ് ചെയ്ത് തന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ഫ്രണ്ടിൽ ഏത് വണ്ടിയുടെ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്? ഇത് നമുക്ക് കറക്റ്റ് വണ്ടിയുടെ സീറ്റ് എനിക്കറിയില്ല. ഇത് നമ്മള് സെക്കൻഡ് ആക്രി കടയിൽ നിന്ന് എടുത്ത് പൊളിക്കണോടത്ത് നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സുഹൃത്തിന്റെ മേടിച്ചാണ്. നമുക്ക് ഇതിന്റെ ഒരു കച്ചവടമൊക്കെ ഉണ്ട് ഈ സീറ്റിന്റെ. പള്ളുരുത്തിയില് ഒരു കച്ചവടമൊക്കെ ഉണ്ട്. പുള്ളിയുടെ ഒന്ന് മേടിച്ചാണ് ഈ സീറ്റ്. പുള്ളിയുടെ സീറ്റ് തന്നെ ഫ്രണ്ടും ബാക്കൊക്കെ പുള്ളി ചെയ്ത് കൊടുക്കാറുണ്ട്. ഫ്രണ്ടും ബാക്കും എല്ലാം പുള്ളിയുടെ അടുത്തുണ്ട്. നമ്മളത് ഫ്രണ്ട് മാത്രമേ എടുത്തോളൂ. അപ്പൊ നമുക്ക് ഇത് പുറകോട്ട് കിടക്കാനും എല്ലാം പറ്റും. എല്ലാം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും എല്ലാം ചെയ്യാം. ഓ, അപ്പൊ ഒരു ലോങ് യാത്ര ഒക്കെ പോയി കഴിഞ്ഞാൽ വെയിറ്റിംഗ് ആണെങ്കിൽ സുഖമായിട്ട് കിടന്നുറങ്ങാം. ലോങ് ഒക്കെ പോയി ഓടി വന്നു കഴിഞ്ഞാൽ ഇത്തിരി റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇത്തിരി നൈറ്റ് ഓടണമെന്നുണ്ടെങ്കിൽ തന്നെ ഇത്തിരി ഉറങ്ങാനാവുന്നുണ്ടെങ്കിലും ഒരു ഫാനോടെ വെച്ച അടിപൊളി. ഓക്കെ, പിന്നെ ഇവിടെ തന്നെ ഒരു സ്റ്റോറേജ്. ഇത് എന്താ സ്റ്റോറേജ് സ്പേസ്? നമുക്ക് വണ്ടിയുടെ ജാക്കി കാര്യങ്ങള് എല്ലാം നമുക്ക് അടിയിലാണ് സാധാരണ വരുന്നത്. ഓക്കെ, ഇത് വെക്കുമ്പോ ഇടയില്ല, നമുക്ക് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇതിന്റെ ഉള്ളിൽ തന്നെയാണ് സ്റ്റോറേജ് ആയിട്ട് ചെയ്തത്. സ്ട്രോങ് ആണ്, ആക്ച്വലി സ്ട്രോങ് ആണ്. ഒരാൾക്ക് കയറി ഇരുന്നാലും നമ്മൾ ഇപ്പൊ പുള്ളി തന്നെ താൻ തന്നെ കയറി ഇരുന്നാലും പോകില്ല. ഓ, അത്രയ്ക്ക് സ്ട്രോങ് ആണ്. ഓക്കെ, എമർജൻസി ആയിട്ട് ഒരാളൊക്കെ കയറ്റി കൊണ്ടുപോകണമെങ്കിൽ തന്നെയാണെങ്കിലും നമ്മൾ ഇരിക്കാറുണ്ട് അവിടെയാണല്ലേ. കൊള്ളാം. ഫാമിലി ആയിട്ടാ, പുറത്തല്ല. ഫാമിലി ആയിട്ട് പോകുമ്പോ ഇരിക്കാറുണ്ട്. ഓക്കെ, അത് അടിപൊളിയായിട്ടോ, ഒന്നും പറയാനില്ല. പിന്നെ ഇവിടെ നമ്മൾ കാല് കെട്ടാൻ വേണ്ടി ഒരു പട്ടയിട്ട് അത് കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഫ്രണ്ടിൽ നല്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ആ ഫ്രെയിമിന്റെ ലൈറ്റ് വരുന്നത് ഇവിടെയാ വരുന്നല്ലേ. അപ്പൊ ഇൻഡിക്കേറ്റർ ഇട്ടപ്പോ അതും തെളിയും. അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. ജസ്റ്റ് ഒന്ന് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിയുമ്പോഴത്തേനും തെളിയണത്. ഇവിടുത്തെ തെളിയും, മുകളിലത്തെ തെളിയും. കൊള്ളാം. അത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നൈസ്. ഞാൻ പ്രത്യേകം ഒരു വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഫ്രെയിമിന്റെ കാര്യത്തിൽ കണ്ടത്. അടിപൊളി. ഓക്കെ, പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണ്? ബാക്കിലേക്ക് വരുമ്പോൾ കുറെ ലൈറ്റ് വർക്കും. ഇതാണ് സബിനുള്ള പുറകെ നോക്കുമ്പോ കാണത്തില്ല. ഡിക്കി തുറന്നാൽ മാത്രമേ സബ് കാണത്തുള്ളൂ. അത് കൊള്ളാം കേട്ടോ. 2 സ്പീക്കർ. ടോട്ടൽ എത്ര സ്പീക്കർ ഉണ്ട്? 4 സ്പീക്കറാണ് വണ്ടിയിൽ ടോട്ടൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ഫുള്ള് അക്രലിക്കിന്റെ ഒരു കളികളല്ലേ. ഫുള്ള് ഈ വെട്ടം എല്ലാം ഒന്ന് ഇട്ട് കാണിക്കാം. എന്താ രസം. ഓരോന്ന് ഇട്ടോ. ഫസ്റ്റ് സ്വിച്ച് എന്ന് പറയുമ്പോൾ തെളിഞ്ഞ് ഫസ്റ്റ് സ്വിച്ച് ഇട്ട് ഒന്നിട്ടേ. അത് ഫ്രണ്ടിലത്തെ അല്ലേ, ഇത് ഓടിക്കൊണ്ടിരിക്കണം. ഓക്കെ, സെക്കൻഡ് ഇട്ട. തേർഡ് ആ ഫ്രണ്ടിലത്തെ വരുന്നത് ബട്ടർഫ്ലൈ. ഫോർത്ത് ഇവിടെ. ഓക്കെ, ഇവിടെ ഫുള്ള് ഇട്ടിട്ടുണ്ടല്ലേ. ഓക്കെ, ഇനി എല്ലാ സ്വിച്ചും ഇട്ടേ പതുക്കെ. ഇത് ഇതിന്റെ സെറ്റിന്റെ സബിന്റെ സിസ്റ്റം ഓണായി. വിഷയം നോക്കി. ഗിത്താറ് അടിപൊളിയായിട്ടുണ്ട്. എന്താ ലുക്ക് നോക്കി. ഇതിന്റെ നൈറ്റ് വ്യൂ ആണ് സത്യം പറഞ്ഞാൽ കാണണ്ടേ. ഒരു രക്ഷയില്ലാത്ത നൈറ്റ് ഇതിലും ഭംഗിയുണ്ട് അല്ലേ. അല്ല, അടിപൊളിയായിട്ട്. കാരണം എന്താ വെച്ചാൽ ഒരു ഇതിന്റെ ഒരു ഷെയ്ഡ് എന്ന് വെച്ചാൽ നീലയും ബ്ലാക്കും ആണ് അതിന്റെ ഒരു ഷെയ്ഡ് വരുന്നത്. നമ്മള് ടോപ്പിന് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് സീറ്റും സെറ്റ് ചെയ്തിരിക്കുന്നത്. അടിപൊളി. കാരണം എന്താ വെച്ചാൽ നല്ല യാത്ര ചെയ്യാനൊക്കെ നല്ല സ്പേസും ഉണ്ട്. ഇവിടെയാണെങ്കിൽ ലഗേജ് അത്യാവശ്യം വെക്കുകയും ചെയ്യാം. ഒന്നും പറയാൻ. നമുക്ക് ഈ സൗണ്ട് സിസ്റ്റം ഏകദേശം എത്ര രൂപ എമൗണ്ട് ആയിരുന്നു പറയാം? സൗണ്ട് സിസ്റ്റം നമുക്ക് ഏകദേശം ഒരു 20 താഴെയൊക്കെ ഉണ്ടാവും. 20 സബും സ്പീക്കറും അതിന്റെ കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ റിവേഴ്സ് ക്യാമറ എല്ലാം ഉണ്ട്. റിവേഴ്സ് ക്യാമറ ഉണ്ടോ? എല്ലാം ഉണ്ട് അതിൽ തന്നെ. ഓക്കെ. അപ്പൊ റിവേഴ്സ് ഇടുമ്പോൾ ഓട്ടോമാറ്റിക് ക്യാമറ വർക്ക് ആവാൻ പറ്റും. ഇപ്പൊ സ്വിച്ച് ഊരിട്ടൊക്കെയാണ്, അതുകൊണ്ടിട്ട് ഇപ്പൊ നിലവിൽ വർക്ക് ആവുന്നില്ല. ഇല്ല, സ്വിച്ചിന്റെ കംപ്ലൈന്റ് ആണ്. അല്ലാണ്ട് ക്യാമറക്കും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. സ്വിച്ച് നിലവിൽ കംപ്ലൈന്റ് ആയിട്ട് പുതിയത് കിട്ടിയിട്ടില്ല. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ ഇനിയും വണ്ടിയിൽ വർക്കുകൾ ഒത്തിരി പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അതെല്ലാം ചെയ്ത് അടിപൊളി. നോക്കി എന്നും പറയാൻ കുറെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു. പക്ഷെ
നമ്മളെ ആ ഒരു സപ്പളത്തെ ഒരു ഇതിൽ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തേക്കാം. ഇതിന് ഡോറിന്റെ ഫിനിഷിങ് കണ്ടോ കേട്ടോ. കാറിന്റെ കാട്ടയണമല്ലേ, നല്ല ക്ലിയർ ഫിനിഷിങ്, ഒന്നും പറയാനല്ല. പാച്ച് വർക്കാരനെ. പിന്നെ ഈ ഇതിന്റെ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എവിടെയാണ്? ആ കാര്യം ഞാൻ പറയാൻ പറ്റുമോ? ഇന്റീരിയറിൽ ചെയ്തത് ലൈറ്റ് വർക്ക് കാര്യങ്ങൾ നമ്മുടെ ജി സിനിമാസിന്റെ ഇപ്പോഴത്തെ ഒരു അപ്പോൾസറി കടയുണ്ട്, ആ പയ്യന്മാരാണ് നമുക്ക് ചെയ്തു തന്നേക്കണേ. ഫുള്ള് അത്യാവശ്യം അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു, പേഴ്സണലി ഇഷ്ടം. നല്ല കളർ കോംബോ, അത് അടിപൊളി. ആ നീലയും ആ ബ്ലാക്കും കടകൾ, ആ നീലയിൽ വെള്ള സ്റ്റിച്ചിങ് ഒക്കെ വെച്ച് നല്ല എല്ലാം പയ്യന്മാര് കറക്റ്റ് ചെയ്ത് തന്നെ അവരും ഈ പറഞ്ഞ പോലെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാം നമ്മൾ എന്ത് പറയുന്നു ആ രീതിയിൽ ചെയ്ത് തരാൻ പറ്റിയ വർക്കേഴ്സ് ആണ്. അങ്ങനെ ചെയ്താൽ നമ്മൾ പൈസ മുടക്കുമ്പോൾ നമുക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. അതാണ് നമ്മൾ വർക്ക്ഷോപ്പാണ് നമ്മൾ നോക്കുന്നത്. അതിപ്പോ പാച്ച് വർക്ക് ആണെങ്കിലും ഇപ്പൊ അപ്പോൾസറി ആണെങ്കിലും ഇപ്പൊ ആ പയ്യന്മാരാണെങ്കിലും നമുക്ക് നമ്മ പറയുന്ന രീതിയിൽ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തു തരാൻ തയ്യാറാണ്. നമുക്ക് പിന്നീട് എന്നുള്ള രീതിയില്ല. ചിലവരുണ്ട് ഇത് നമുക്ക് അടുത്ത ടെസ്റ്റിന് ചെയ്യാം. ഇതിപ്പോ തൽക്കാലം ഇങ്ങനത്തെ ആയില്ലേ, കൊണ്ടുപോകും, നമുക്ക് നോക്കാം 2 ദിവസം കഴിഞ്ഞ് വാ എന്നുള്ള. ഇത് അങ്ങനെയല്ല, നമ്മ വണ്ടി കൊടുത്ത് നമ്മ പറഞ്ഞ് ആ സമയത്ത് ചെയ്ത് ഫുള്ളായിട്ട് തീർത്ത് കറക്റ്റ് ചെയ്ത് നമുക്ക് സംതൃപ്തി വന്നിട്ടാണ് ചെയ്യുന്ന ടീമാണ്. നമുക്ക് നമ്മൾ എന്ത് പറയുന്നു അത് അവർ ചെയ്തു തരാൻ തയ്യാറാണ്. അങ്ങനത്തെ ഒരു മനസ്സുള്ള വർക്ക്ഷോപ്പുകാർ വേണം ശരിക്കും. കാശ് മുടക്കുമ്പോ സാധാരണയായിട്ട് പണിയാണ് ഒരു കുഴപ്പമുണ്ടാവില്ല. എങ്ങനെയും പണിത് ഓടിയാൽ മതി. നമുക്ക് ഇങ്ങനെ ഇത്രയും കാശൊക്കെ മുടക്കി പണിയുമ്പോ നമ്മുടെ ഒരു തൃപ്തിയും കൂടി നോക്കണം. ഒരു വർക്ക്ഷോപ്പുകാരെ കിട്ടിയ അത്രയും സക്സസ് ആണ്. അത് വെച്ച് നോക്കുമ്പോ ഇപ്പൊ അപ്പോൾസറി വർക്ക് ആണെങ്കിലും ഇപ്പൊ ഈ പാച്ച് വർക്ക് ആണെങ്കിലും നമുക്ക് ഭയങ്കര തൃപ്തിയാണ്. ഇപ്പൊ ആ പയ്യന്മാരാണെങ്കിലും നമുക്ക് ആത്മാർത്ഥമായിട്ട് രാത്രിയൊക്കെ നിന്ന് പുള്ളി ചെയ്തു തന്നാണ് അപ്പോൾസറി വർക്കൊക്കെ. പാച്ച് വർക്ക് ആണെങ്കിലും നമ്മ പറയണ രീതിയിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് തന്നേക്കണേ. സത്യത്തിൽ ടോട്ടലി അതായത് നമ്മൾ പറഞ്ഞ രീതി വണ്ടി പണിത് കിട്ടും. ബ്രോ ഉദ്ദേശിച്ച സാധനം ഇത് തന്നെയാണ്. നമുക്ക് ഇപ്പൊ ഈ വർക്ക് കൊണ്ടിട്ട് നമ്മൾ ഫുള്ള് സക്സസ് ആണ്, കുഴപ്പമില്ല. പിന്നെ നമ്മൾ ചെയ്യാൻ ഇതിലും കൂടുതൽ അപ്ഡേഷൻ ഉദ്ദേശം ഉണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ഒരു സമയം ഇനി അടുത്ത ടെസ്റ്റ് ആകുമ്പോൾ നമുക്ക് നോക്കാം. അടിപൊളിയായിട്ട് ചെയ്യാം. കാരണം വെച്ചാൽ ഈ ഒരു വണ്ടി ബ്രോയ്ക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ഐഡന്റിറ്റിയിൽ, കാരണം ഈ ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ ബ്രോ നോക്കി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കാണുമ്പോൾ ശ്രദ്ധിക്കും ഇത് ബ്രോയുടെ വണ്ടി തന്നെയാണ്. ഒരു ഐഡന്റിറ്റിയാണ്, അത് ഞാൻ അംഗീകരിക്കും. കാരണം ഇതുപോലത്തെ ഒരു വണ്ടി വേറൊരു വണ്ടി കാണത്തില്ലായിരിക്കും ഈ നിലവിൽ, അല്ലേ? ഇനിയിപ്പോൾ ഓരോ ആൾക്കാർ കോപ്പി പോലെ ചെയ്യുന്ന ഒത്തിരി പേര് കാണും, പക്ഷെ ഈ ഒരു സ്റ്റൈലില് ഞാൻ ആദ്യമായിട്ട് കണ്ടത് ഇതല്ല. ഇതിക്ക് മുമ്പ് എനിക്കൊരു വേറൊരു വണ്ടിയും കൂടി ഉണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ ലൈറ്റ് ഒക്കെ ചെയ്താണല്ലേ? അത് ഇപ്പൊ എറണാകുളത്തിന് ഓടത്തിലോടുണ്ടായി, ഞാൻ കൊടുത്താണ്. അപ്പൊ അതാണ് ബ്രോ ആദ്യമായിട്ട് ഈ ഒരു മോഡലിൽ തന്നെ പണിതിരിക്കുന്നത്. കാരണം ഇതിന്റെ സ്പോയിലർ ഒക്കെ ഇതൊന്നും ഉണ്ടായില്ല, ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഈ നാനോടെ കയറ്റാന്ന് വെച്ചാൽ ഒരു ഇതാണല്ലേ, നമ്മള് ഒരു കാറിന്റെ ഒരു ബാക്ക് ഫിനിഷ്. ഈ നാനോടെ ടൈല് എന്തുകൊണ്ട് നമ്മുടെ സ്കോർപിയോടെ ചൂസ് ചെയ്തില്ല? അല്ല, സ്കോർപിയോ എന്ന് പറയുമ്പോൾ ഫുൾ ആയിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ കട്ട് ചെയ്യണം. ഇതാകുമ്പോ നമുക്ക് ചെറിയൊരു സ്പേസിൽ നമുക്ക് കൊള്ളിക്കാൻ പറ്റും. പിന്നെ കാഴ്ചക്കും അത്യാവശ്യം നമുക്ക് ഭംഗിയാണ്. അതെ, അകലെ നോക്കുമ്പോഴാണെങ്കിലും ഭംഗി, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഒരു രക്ഷയില്ല. ഓക്കെ നമ്മുടെ വണ്ടിയുടെ നൈറ്റ് ലുക്ക് ഉണ്ടോ, ഒരു രക്ഷയില്ല. ഫ്രണ്ടിലത്തെ 2 കൊമ്പ്, മുകളിലത്തെ ടോപ്പ് ലൈറ്റ് ഒരു 3-4 അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കോമ്പാക്റ്റ് ഒക്കെ വരുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഇൻഡിക്കേറ്ററും കാര്യങ്ങളും അവിടെ പാർക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഓരോ സ്വിച്ച് നമുക്ക് കറക്റ്റായിട്ട് പരിചയപ്പെടാം. ഇപ്പോൾ ഓൾറെഡി ഒരു ബ്ലൂ ലൈറ്റും കാര്യങ്ങളൊക്കെ ക്യാഷ് കളക്റ്റിംഗ് ലൈറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ അടുത്ത് ബാക്കിൽ 2 ഗിത്താറ്, അവിടെ 2 സബിൻ്റെ അവിടെ 2 ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബാക്കിലെ കസ്റ്റമറിന് ക്യാഷും കാര്യങ്ങളൊക്കെ നമുക്ക് തരാൻ വേണ്ടി നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് കാര്യങ്ങൾ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഫ്രണ്ടിൽ ക്യാഷ് കളക്ടിങ് ലൈറ്റാണ്, ഒരു വൈറ്റ് മായ കേട്ടോ ഫുള്ള്. നെക്സ്റ്റ് ഇവിടുത്തെ സറൗണ്ട് അല്ലേ 2 ലൈറ്റ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എൻ്റെ മോനെ വിഷയം, വണ്ടി ടോട്ടൽ അടിപൊളിയാണ്. വണ്ടിയുടെ ഇന്റീരിയർ ലുക്ക് നോക്കി, ഒന്നും പറയാനില്ല, വിഷയം വണ്ടി. പക്ക ഒരു DJ സെറ്റപ്പ് വണ്ടിയാണ്. നോക്കി എന്താ ക്യൂട്ട്നെസ്. അപ്പോൾ ഗൈസ് ഈ ബാക്കിൽ കണ്ടോ നല്ല കിടുക്കാഴ്ചയല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞ് കിടുക്കാഴ്ച വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വണ്ടിയും കാര്യങ്ങളും മറ്റൊരാൾക്കും നമുക്ക് ഇതുപോലെ പണിയണമെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കുകയല്ലേ? ചെയ്തു കൊടുക്കും. അപ്പോൾ ഇത് എവിടെയാണ് വർക്ക്ഷോപ്പും പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത്, അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് ഇതുപോലെ വണ്ടി പണിയാൻ ആഗ്രഹമുള്ളവർക്കും എന്തെങ്കിലും ഹെൽപ്പ് ഫുൾ സപ്പോർട്ടിംഗ് ആണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളല്ല, ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പറും ബ്രോയുടെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ബ്രോയുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് തരാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ കുഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു കിടുക്കാച്ചി വീഡിയോ കാണാം. ബൈ ബൈ.